നമസ്കാരം സുഹൃത്തുക്കളെ. ടാരോട്ട് ലവ് എനർജീസ് 2.0 എന്ന നമ്മുടെ രണ്ടാമത്തെ ചാനലിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകരെയും സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്തു കൊള്ളുന്നു. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായും സബ്സ്ക്രൈബ് ചെയ്യുക. വായന ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. പേഴ്സണൽ റീഡിങ്ങിന്റെ വിശദാംശങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ വലിയേറെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നമ്മുടെ ചാനൽ ഒന്ന് പ്രോത്സാഹിപ്പിക്കുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ തലക്കെട്ടിലേക്ക് ഒന്ന് എത്തി നോക്കാം. ഈ വ്യക്തി നിങ്ങളെ അത്രമേൽ സ്നേഹിക്കുന്നുണ്ട്. ഈ വ്യക്തിക്ക് നിങ്ങളെക്കുറിച്ച് ഒരു ഉദ്ദേശമുണ്ട്. ഈ ഒരു വായനയാണ് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത്. ഈ വ്യക്തിക്ക് നിങ്ങളോടുള്ള യഥാർത്ഥ ഉദ്ദേശം എന്താണെന്നും ഈ വ്യക്തി നിങ്ങളുമായി ഒരു പുതുജീവിതം ആഗ്രഹിക്കുന്നുണ്ടോ എന്നുള്ളതും ആണ് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഇന്ന് ലഭിച്ചിരിക്കുന്ന കാർഡുകൾ. തീർച്ചയായിട്ടും ഇന്ന് പ്രപഞ്ചശക്തി നല്ല രീതിയിൽ തന്നെ നമ്മളോട് പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ വ്യക്തിക്ക് വളരെയധികം പ്രതീക്ഷയാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം. നിങ്ങളെക്കുറിച്ചും ഈ പ്രണയബന്ധത്തെക്കുറിച്ചും ഈ വ്യക്തി വളരെയധികം പ്രതീക്ഷയോട് കൂടിയാണ് നോക്കി നിൽക്കുന്നത്. ഈ വ്യക്തിക്ക് ചിന്തിക്കാത്തതും ഒരുപക്ഷെ സന്തോഷിക്കാൻ പറ്റാത്തതുമായിട്ടുള്ള പല കാര്യങ്ങൾ നിങ്ങളിൽ നിന്നും ലഭിച്ചിട്ടുണ്ട് എന്നുള്ളത് ഈ വ്യക്തി ഓരോ നിമിഷവും ഓർത്തുകൊണ്ടിരിക്കുന്നു. ഈ വ്യക്തി ഓരോ നിമിഷവും നിങ്ങളോട് നന്ദി പറഞ്ഞുകൊണ്ടാണ് മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ഈ വ്യക്തിക്ക് ഇന്നേ വരെ ഈ വ്യക്തിയുടെ ജീവിതത്തിൽ ലഭിക്കാത്തതായിട്ടുള്ള എന്തൊക്കെ കാര്യങ്ങളാണോ, എന്തൊക്കെ സന്തോഷങ്ങളും നേട്ടങ്ങളുമാണോ, അതെല്ലാം തന്നെ നിങ്ങളിൽ നിന്നും ഈ വ്യക്തിക്ക് ഇതിനോടകം ഒരുപാട് ലഭിച്ചിട്ടുണ്ട്. പക്ഷേ ഒരിക്കലും ഈ വ്യക്തി നിങ്ങളുടെ കൂടെ കാര്യസാധ്യത്തിന് വേണ്ടി നിന്നിട്ടില്ല. നിങ്ങളിൽ നിന്നും ഒന്നും തന്നെ ഈ വ്യക്തി പ്രതീക്ഷിച്ചിട്ടുമില്ല. ഒരൽപ്പം സ്നേഹം, ഒരൽപ്പം ആദരവ് അല്ലെങ്കിൽ ബഹുമാനം, ഇത് മാത്രമാണ് ഈ വ്യക്തി ആഗ്രഹിച്ചിട്ടുള്ളത്. പക്ഷേ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ മറ്റാരെങ്കിലും ഒന്ന് നന്നായി സ്നേഹിച്ചാൽ, അല്ലെങ്കിൽ കുറച്ച് സ്നേഹമായാലും മതി, അത് നിങ്ങൾ അങ്ങേയറ്റം 100% കൂടി 100 ഇരട്ടിയായി കൊടുക്കും എന്നുള്ള രീതിയിലുള്ള ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരുപാട് സുഹൃത്തുക്കളൊന്നുമില്ല. ഈ വായന കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ കാര്യമാണ്. നിങ്ങൾക്ക് ഒരുപാട് സുഹൃത്തുക്കളോ ബന്ധുമിത്രാദികളോ അങ്ങനെ ആരും തന്നെയില്ല. ഒരുപാട് പേരുണ്ടായിരുന്നു. നിങ്ങൾ അവരെയൊക്കെ അളവുറ്റ രീതിയിൽ സ്നേഹിക്കുകയും ചെയ്തു. പക്ഷെ അതിൽ നിന്നും നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളതും ചതിയും വഞ്ചനയും മാത്രമാണ്. നിങ്ങൾ പോലും വളരെ സത്യസന്ധമായ സ്നേഹം അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് ഈ വ്യക്തിയിൽ നിന്നും മാത്രമാണ്. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഒരു റോൾ മോഡൽ തന്നെയാണ്. നിങ്ങളുമായി അധിക നേരം സംസാരിച്ചിരിക്കാനൊക്കെയും ഈ വ്യക്തിക്ക് വളരെയധികം താല്പര്യമാണ്. സംസാരിച്ചിരിക്കുക മാത്രമല്ല, നിങ്ങളുമായി ഭാവി കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതൊക്കെയും ഈ വ്യക്തിക്ക് വളരെയധികം സന്തോഷം കൊണ്ടുവരുന്ന ഒരു കാര്യം കൂടിയാണ്. ഇവിടെ ഈ വ്യക്തിക്ക് പലതരത്തിലുള്ള നേട്ടങ്ങൾ നിങ്ങളിൽ നിന്നും ലഭിച്ചിട്ടുണ്ട്. അത് സാമ്പത്തികപരമായിട്ടും ശാരീരിക അസ്വസ്ഥതകളിൽ നിന്നും മാനസികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളിൽ നിന്നുമൊക്കെ അങ്ങേയറ്റം ഹീലാകുവാനായിട്ട് ഈ വ്യക്തിയെ കൊണ്ട് സാധിച്ചിട്ടുണ്ട്. ഇത് നിങ്ങളെ ഒരു ദൈവതുല്യമായിട്ടാണ് ഈ വ്യക്തി കണക്കാക്കുന്നത്. ഈ വ്യക്തിക്ക് അറിയാം, ഒറ്റയ്ക്കാണ് മുന്നോട്ട് ജീവിച്ചിരുന്നതെങ്കിൽ ഇന്ന് ഈ ഭൂമിയിൽ ജീവനോടെ ഇരിക്കില്ല എന്നുള്ള കാര്യം. പക്ഷേ ഈ വ്യക്തിക്ക് അതിനെല്ലാം തരണം ചെയ്തുകൊണ്ട് മുന്നോട്ട് വരുവാൻ സാധിച്ചതിന് ഭൂരിഭാഗവും ഈ വ്യക്തി നിങ്ങളോടാണ് നന്ദി അറിയിക്കുന്നത്. ഇവിടെ നമുക്ക് ഏറ്റവും നന്നായി കാണുവാൻ സാധിക്കുന്നത് സ്പിരിച്വൽ യൂണിയനെ നല്ല രീതിയിൽ തന്നെ മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ വ്യക്തിയെയാണ്. ഈ പേഴ്സൺ എപ്പോഴും നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ സ്പിരിച്വൽ യൂണിയനാണ് ആഗ്രഹിക്കുന്നത്. കാരണം ഈ വ്യക്തിയും ആത്മീയ പാതയിലാണ്. നിങ്ങളും വളരെ നല്ല രീതിയിൽ ആത്മീയ പാതയിൽ പോയിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉറപ്പായിട്ടും ഇവിടെ സ്പിരിച്വൽ യൂണിയൻ, ആത്മീയ തലങ്ങളിൽ നോക്കുമ്പോൾ ഇവിടെ ഭൗതിക സുഖങ്ങൾക്ക് വലിയ പ്രാധാന്യമില്ല. ഈ വ്യക്തി ആദ്യം, അല്ലെങ്കിൽ ഈ വ്യക്തിക്കായാലും നിങ്ങൾക്കായാലും ആദ്യം ഉണ്ടായിരുന്നത് ഭൗതിക സുഖങ്ങളായിരിക്കാം. പക്ഷെ ഭൗതിക ആഗ്രഹങ്ങളും വേണം. നമ്മൾ മനുഷ്യരാണ്. നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുന്നിടത്തോളം കാലം നമുക്ക് ആ ഒരു രീതിയിൽ ജീവിക്കാനും ആഗ്രഹങ്ങൾ ഉണ്ടാകും. പക്ഷെ ചില വ്യക്തികൾ ആത്മീയപരമായിട്ട് മാത്രം തിരഞ്ഞെടുക്കുന്ന വ്യക്തികളാണ്. പക്ഷെ ഇവിടെ ആത്മീയവുമുണ്ട് ഭൗതികവുമുണ്ട്. പക്ഷെ ഇവിടെ യൂണിയൻ സംഭവിക്കേണ്ടത് ആത്മീയമായിട്ടുള്ള യൂണിയൻ ആയിരിക്കണം, ഒന്നിക്കലായിരിക്കണം എന്ന് ഈ പേഴ്സന് നിർബന്ധമുണ്ട്.
അതുപോലെ നിങ്ങൾക്കും. അത് ഈ വ്യക്തി പല രീതിയിലും അതിനു വേണ്ടിയിട്ട് മാനിഫെസ്റ്റേഷനും പ്രാർത്ഥനകളും ചെയ്തുകൊണ്ടിരിക്കുന്നതായിട്ടാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഈ വ്യക്തി പുറമേ വളരെയധികം പ്രകടമായിട്ടുള്ള രീതിയിൽ സ്വഭാവം കാണിക്കുന്ന ഒരു വ്യക്തിയല്ല. പുറമേ നോക്കുമ്പോൾ വളരെയധികം റഫായിട്ടും അല്ലെങ്കിൽ ഒട്ടും തന്നെ ക്ഷമയില്ലാത്ത, ദയയില്ലാത്ത, കുറച്ചധികം കാഠിന്യമുള്ള ഒരു വ്യക്തിയായിട്ടൊക്കെ തോന്നിക്കും. അത് ഈ പേഴ്സന്റെ പ്രകൃതമാണ്. അത് കാണുമ്പോൾ പോലും നിങ്ങൾക്ക് പോലും പലപ്പോഴും സംശയം തോന്നിയിട്ടുണ്ടാകാം, ഈ വ്യക്തിക്ക് സത്യത്തിൽ നിങ്ങളോട് സ്നേഹം തന്നെയാണോ എന്നുള്ള കാര്യത്തിൽ. പക്ഷെ ഈ വ്യക്തി വിശ്വസിക്കുന്നത് സ്നേഹം എന്ന് പറയുന്നത് മറ്റുള്ളവരെ കാണിക്കുവാൻ വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതിനോട് ഈ വ്യക്തി യോജിക്കുന്നില്ല. ഓരോ വ്യക്തികൾക്കും അവരുടേതായിട്ടുള്ള കാഴ്ചപ്പാടുണ്ട്, വിശ്വാസമുണ്ട്, രീതികളുണ്ട്. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുമായിട്ട് വളരെയധികം പ്രൈവസിയോട് കൂടി അല്ലെങ്കിൽ വളരെയധികം പേഴ്സണൽ ആയിട്ട് വളരെ മറ്റുള്ളവരെ കാണിക്കാതെ വളരെയധികം ലളിതമായിട്ടുള്ള രീതിയിൽ ജീവിച്ചു പോകാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വ്യക്തിയുടെ പെരുമാറ്റമൊക്കെ നോക്കുകയാണെങ്കിൽ, സ്വഭാവ രീതി നോക്കുകയാണെങ്കിൽ പോലും നിങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള സ്നേഹവും കണ്ടെത്താനാകില്ല എന്ന് വരാം. പക്ഷെങ്കിൽ പോലും ഈ വ്യക്തിക്ക് ആ ഒരു സാഹചര്യം, ഒരു കാര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ സാഹചര്യത്തിൽ എന്ത് തെറ്റാണ് ഈ വ്യക്തി ചെയ്തതെന്നും നിങ്ങൾ എന്ത് തെറ്റുകളാണ് ചെയ്തിട്ടുള്ളതെന്നും ഇവിടെ പോരായ്മ എന്താണ് എന്നുള്ളതും എന്താണ് കൊണ്ടുവരേണ്ടത് എന്നുള്ളതും എല്ലാത്തിനെ കുറിച്ച് വിശദമായി ഈ വ്യക്തിക്ക് മനസ്സിലാക്കാൻ കഴിയും, അല്ലെങ്കിൽ മനസ്സിലാക്കി എടുക്കും. അതുമാത്രമല്ല, മറ്റുള്ളവരായിട്ട് ഈ വ്യക്തി ചർച്ച ചെയ്യുന്നതായിട്ടൊക്കെ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. വളരെ നന്നായി സംസാരിക്കാൻ കഴിവുള്ള ഒരു വ്യക്തിയായി കാണപ്പെടുന്നു. ഇപ്പൊ നിങ്ങളുമായിട്ട് വളരെയധികം സംസാരിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് രണ്ടു പേർക്കും വളരെയധികം ഹീലിംഗ് ആണ് ലഭിക്കാറുള്ളത്. മനസ്സിനും ചിന്തകൾക്കും ശരീരത്തിനുമൊക്കെ എന്തെന്നില്ലാത്ത ഒരു സമാധാനം, സന്തോഷം, ഇത് ഇവിടെ നിങ്ങൾക്കിടയിൽ വളരെയധികം ഉയർന്ന ഊർജത്തിലാണ് നിലനിൽക്കുന്നത്. ഇവിടെ ഇപ്പോൾ ഈ വ്യക്തിയെ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ നിങ്ങളൊന്ന് മാറ്റി നിർത്തിയിട്ടുണ്ടെങ്കിൽ അതെന്തുകൊണ്ടാണ് എന്നുള്ളത് ഈ വ്യക്തി ചിന്തിക്കുന്നുണ്ട്. ഈ വ്യക്തിയുടെ ഭാഗത്തു നിന്നും അങ്ങനെ എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അത് എന്തൊക്കെയാണ് അത് മാറ്റിവെക്കേണ്ടത്, എന്തൊക്കെയാണ് ഇംപ്രൂവ്മെന്റ് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചൊക്കെ ഈ വ്യക്തി ചിന്തിക്കുന്നുണ്ട്. അതുമാത്രമല്ല, കുറച്ചധികം ദേഷ്യവും കാഠിന്യമുള്ള വ്യക്തിയായിരുന്ന ഈ പേഴ്സൺ ഇപ്പോൾ തന്റെ സ്വഭാവത്തിലും ചിന്തകളിലുമൊക്കെ നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. കുറച്ച് താഴ്മയായിട്ടുള്ള രീതിയിലേക്കും വിശ്വാസപരമായിട്ടും ശാന്തതയിലേക്കും വന്നുകൊണ്ടിരിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയുന്നു. ഈ വ്യക്തിയുടെ ആഗ്രഹങ്ങൾ വളരെയധികം വലുതാണ്. പക്ഷെ അത് ഒരിക്കലും നിങ്ങളുമായി ചർച്ച ചെയ്തിട്ടില്ലായിരിക്കാം. അതിൻ്റെതായ സമയം എത്തുമ്പോൾ മനസ്സ് തുറന്ന് ചർച്ച ചെയ്യാം, സംസാരിക്കാം എന്നുള്ള രീതിയിലാണ് ഈ വ്യക്തി ഇപ്പോൾ നിൽക്കുന്നത്. ഈ വ്യക്തിക്ക് നിങ്ങളുടെ പ്രധാന ഉദ്ദേശം അല്ലെങ്കിൽ നിങ്ങളോടുള്ള പ്രധാനപ്പെട്ട ഒരു ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഒന്നിക്കുക എന്നുള്ളത് തന്നെയാണ്. ഒന്നിക്കുക എന്ന് പറയുമ്പോൾ അത് നിങ്ങൾ കമിതാക്കളാണെങ്കിൽ, ലവേഴ്സ് ആണെങ്കിൽ ഉറപ്പായിട്ടും അതൊരു വിവാഹത്തിലേക്ക്, പരിപൂർണമായിട്ടുള്ള ഒരു കമ്മിറ്റ്മെന്റിലേക്ക് കൊണ്ടുവരണമെന്നും, അതല്ല കേവലം നിങ്ങൾ ഏത് രീതിയിലുള്ള ബന്ധമാണോ അത് എങ്ങനെയാണെങ്കിലും നിങ്ങളെ ദിവസവും കാണണം അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് ഒരുമിച്ച് ജീവിക്കണം എന്നുള്ള ഒരു മനോഭാവത്തോട് കൂടിയാണ് ഈ പേഴ്സൺ നിൽക്കുന്നത്. അതിന് ആദ്യമൊക്കെ ഈ വ്യക്തിക്ക് വിശ്വാസമില്ലായിരുന്നു, കോൺഫിഡൻസ് ഇല്ലായിരുന്നു, ഭയമായിരുന്നു, അല്ലെങ്കിൽ സാഹചര്യത്തെ കുറിച്ച് ഓർക്കുമ്പോൾ ഈ വ്യക്തിക്ക് അങ്ങേയറ്റം പേടിയായിരുന്നു. എന്നാൽ ഇപ്പോൾ ഒരു കമ്പാനിയൻഷിപ്പിന് വേണ്ടിയിട്ട് ഈ വ്യക്തി താല്പര്യപ്പെടുന്നതായി നമുക്ക് കാണുവാൻ കഴിയുന്നു. പ്രൊഫഷണൽ ജീവിതത്തിലൊക്കെ നോക്കുകയാണെങ്കിൽ പോലും, തന്റെ സ്വന്തം വ്യക്തി ജീവിതത്തിൽ നോക്കുകയാണെങ്കിലും കാര്യങ്ങളെ വളരെയധികം ലീഡർഷിപ്പ് ക്വാളിറ്റിയോട് കൂടി പെരുമാറുകയും അതിനനുസരിച്ച് ഉറച്ച തീരുമാനങ്ങൾ എടുത്ത് അതിനു വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിത്വത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസവും കഴിയും തോറും നിങ്ങളുടെ ഈ പേഴ്സൺ. അതുകൊണ്ട് നിങ്ങൾക്ക് ഈ വ്യക്തിയിൽ വിശ്വാസം സമർപ്പിക്കാം. അതുമാത്രമല്ല, ഈ വ്യക്തിക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ വളരെയധികം മോചനം നേടിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയെയും കൂടിയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. അതുകൊണ്ട് ഈ വ്യക്തിയുടെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് നിങ്ങളെ ഈ വ്യക്തിയുടെ ജീവിതത്തിൽ ഒരു ഭാഗമാക്കി മാറ്റുക എന്നുള്ളതാണ്. നിങ്ങളുടെ സപ്പോർട്ട് കൂടിയേ തീരൂ. നിങ്ങളുടെ പ്രോത്സാഹനം, സന്തോഷം, സംസാരം, പ്രചോദനം ഇതെല്ലാം ഈ വ്യക്തിക്ക് ആവശ്യമാണ്. ഈ വ്യക്തി വളരെയധികം സമർപ്പണ ബോധമുള്ള ഒരു വ്യക്തിത്വം കൂടിയാണ്. തന്റെ പ്രൊഫഷണൽ ജീവിതത്തിലും
വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിലും ഉയർച്ചകൾ കൊയ്യണമെങ്കിൽ, അതുപോലെ സ്നേഹനിധിയായിട്ടുള്ള ഒരു വ്യക്തിയെ വേണമെങ്കിൽ അത് നിങ്ങൾ തന്നെയായിരിക്കും കൃത്യമായിട്ടുള്ള വ്യക്തി എന്ന് ഈ പേഴ്സൺ വിശ്വസിക്കുന്നു. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ള ഇന്നത്തെ പ്രപഞ്ച ശക്തിയുടെ സന്ദേശം എന്ന് പറയുന്നത്. ഇതെല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. വായന ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. പേഴ്സണൽ റീഡിങ്ങിന്റെ വിശദാംശങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അപ്പോൾ പുതിയൊരു അധ്യായത്തിൽ കാണുന്നതുവരേക്കും എല്ലാ മാന്യ പ്രേക്ഷകർക്കും എന്റെ വിനീതമായ നന്ദി, നമസ്കാരം. ഗോഡ് ബ്ലെസ് യു.